2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങൾക്ക് ദുരിതമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതായത് രോഗം, മറ്റുള്ള ശാരീരിക വൈകല്യങ്ങൾ, മനസ്സിൻ്റെ ചാഞ്ചല്യം, ഇതെല്ലാം ശരിക്കും മാറിക്കിട്ടുന്നു. അത് വളരെ കുറവ് വരുന്നതിന്. അതുപോലെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ അതായത് ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ചകളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ വേറെ ആരോ ചെയ്ത തെറ്റിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ദുരിതം മാറിക്കിട്ടുന്നു. നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ തിരിച്ചെടുക്കുന്നു. ശത്രുക്കളുടെയും അസൂയ നിറഞ്ഞവരുടെയും ശല്യം കുറയുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു കാലതാമസം മാറിക്കിട്ടുന്നു. കാര്യങ്ങളെല്ലാം വേഗം നടക്കുന്നു. അതുപോലെ ഇഷ്ടകാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെൻറ്റ് എന്നൊക്കെ ഉണ്ടായിരുന്ന അതെല്ലാം പിൻവലിക്കാൻ സാധിക്കുന്നു. അവരുടേതായിട്ടുള്ള ശിക്ഷാ നടപടികൾ മാറിക്കിട്ടുന്നു. കർമ്മമേഖലയിലുള്ള മന്ദിപ്പും തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. വാതരോഗങ്ങളാലും ഹൃദയത്തിന് എന്തെങ്കിലും അസുഖങ്ങളാലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയും തക്ക ചികിത്സ ലഭിക്കുകയും അത് വളരെയധികം സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ദമ്പതിമാർ തമ്മിലുള്ള കലഹം മാറിക്കിട്ടുന്നു. കണ്ണിലും ഉദരത്തിലുമുള്ള രോഗങ്ങൾക്ക് സുഖം വരുന്നു. അതികഠിനമായ ദേഹോദ്രവം, അതായത് വല്ല ആക്സിഡൻ്റൊക്കെ പറ്റി അതുമൂലം ഉണ്ടായിട്ടുള്ള ആ ദേഹോദ്രവങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. പല ജോലികൾ, അതായത് ഒരു ജോലിക്ക് പുറമെ അഡീഷണലായി വേറൊരു തൊഴിൽ കൂടി കണ്ടുപിടിച്ച് വരുമാനം നേടാൻ സാധിക്കുന്നു. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക്, അതായത് വീട്ടുകാർക്കും അതുപോലെ നിങ്ങൾക്ക് തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്കും നിങ്ങളെക്കൊണ്ട് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടാൻ സാധിക്കുന്നു. വലിയ ലോണൊക്കെ എടുത്ത് കടമുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചെങ്കിലും വീട്ടാൻ സാധിക്കുന്നു. 2/6/2026 ഗുരുവിൻ്റെ സംക്രമണം മൂലം എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് കുറേയൊക്കെ മാറിക്കിട്ടാൻ സാധിക്കുന്നു. ധൈര്യം ഉണ്ടാകുന്നു. അതുപോലെ ക്രൂര പ്രവൃത്തികളാൽ പ്രയാസമുള്ളവർക്ക് അത് മാറിക്കിട്ടുന്നു. അപമാനത്തിൽ, അതായത് ഏതെങ്കിലും രീതിയിലൊരു മാനഹാനി, പേരുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. മക്കൾക്ക് ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസവും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. വിവേചന ശേഷി ലഭിക്കുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ഭയങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് വിദേശത്ത് കഴിയുന്നവർക്കാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യത. അതായത് നിങ്ങളെ ജോലി ഒരുപക്ഷെ പ്രശ്നത്തിലേക്കാകാം, പോലീസ് പരാതി ഉണ്ടാകാം, പല ചതിവിൽ കൂടിയും വഞ്ചനയിൽ കൂടിയും നിങ്ങൾക്കെതിരെ കേസുണ്ടാകാം. വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും തിരികെ വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രങ്ങളുടെ പ്രായത്തിനടിസ്ഥാനത്തിലാണ് ഞാൻ അടുത്ത പ്രവചനം നടത്തുന്നത്. ആദ്യം ചിത്തിര നക്ഷത്രക്കാർക്കുള്ള പ്രവചനമാണ്. 18 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് അവരുടെ ഉറ്റ ബന്ധുക്കളാരെങ്കിലും വളരെ വിദൂരത്തേക്ക് പോകുന്നത് കൊണ്ട് അവർക്ക് കുറച്ചൊരു സംരക്ഷണം കുറയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പം അച്ഛനും അമ്മയും ഈ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകണമായിരിക്കാം. അതുകൊണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ട് കൊച്ചിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ചില ചിത്ര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ അലർജിയും വ്രണങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. കരപ്പൻ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില ആയുധങ്ങളിൽ നിന്നൊക്കെ മുറിവേൽക്കാൻ ഒരു സാധ്യത ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. അത് വെട്ടോ കുത്തോ പോലെ ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു മുറിവായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആയുധങ്ങൾ ഈ സമയം കൈവശം വയ്ക്കുന്നത് കുറച്ച് മോശമാണ്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിന് സാധിക്കുന്നു. മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് സാധിക്കുന്നു. സാമ്പത്തിക മികവും അന്തസ്സുള്ള ജീവിതവും അവർക്ക് ലഭ്യമാകുന്നു. നല്ല മിത്രങ്ങൾ അവർക്ക് ലഭ്യമാകാം. ശത്രുക്കളും അസൂയാലുക്കളും ശല്യം ചെയ്യുന്നത് നിർത്തിവെക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള ഒരു സമയമാണിത്. അതായത് നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കാം. അത് പിന്നെ അതുപോലെ തന്നെ ചില കള്ളപ്പരാതികൾ നിങ്ങൾക്കെതിരെ കൊടുക്കുകയും അതുമൂലം ചില അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എങ്കിലും നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ പേരിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കി അതൊക്കെ നിങ്ങളെ വിട്ടയക്കും.
അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ ജോലി സംബന്ധമായോ അല്ലാതെയോ വിദേശ 2 രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ പലരും നിങ്ങളെ തെറ്റിദ്ധരിച്ച് കുറച്ച് അകന്നു നിൽക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും വളരെയധികം ശാന്തി ലഭിക്കുന്നു, ഏറെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു. അതുപോലെ ചിലർക്ക് അതായത് സമ്പാദനത്തിലും കുറച്ച് ഒരു മാന്യപ്പ് വരാം. അതായത് കുറച്ച് ഒരു പണം കുറയാം. അതായത് ലഭിച്ചുകൊണ്ടിരുന്ന പണത്തിൻ്റെ അളവ് കുറയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം നിങ്ങളൊരു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ചെലവുകളൊക്കെ വളരെ ചുരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പുത്രനും പുത്രിയും രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ചെറിയ രോഗങ്ങളാണ്, വലിയ രോഗങ്ങളൊന്നുമില്ല. അതുപോലെ നിക്ഷേപങ്ങളിലെ ധനങ്ങളെല്ലാം നിങ്ങൾക്ക് ചില നിക്ഷേപ പദ്ധതികളിൽ നിന്നാണെങ്കിൽ ലഭിക്കാതെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേറൊരു ഗുണം കിട്ടുന്നുണ്ട്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് ആ പെൻഷൻ മാറ്റിവെച്ച് എന്തെങ്കിലും രീതി ഇൻഷുറൻസ് ആയിരിക്കാം, എല്ലാം അങ്ങനെ കിട്ടേണ്ടിയിരുന്ന ധനം നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ളൊരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വരാതെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ താമസം മാറേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് വേറൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരു ദേശത്തേക്കോ താമസം മാറുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അടുത്തത് ചോതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ കുടുംബത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്, അച്ഛനും അമ്മയ്ക്കും. അതുപോലെ പല രോഗങ്ങൾ വരാം. പക്വതയില്ലാത്ത ഒരു പ്രായത്തിനനുസരിച്ച് ഒരു പക്വതയില്ലാത്തൊരു അവസ്ഥ വരാം. 10-12 വയസ്സായിട്ടും ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാണ്ട് വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണം നടക്കേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വില കൂടിയ വസ്തുക്കളൊക്കെ വളരെ സൂക്ഷിക്കുക. അതുപോലെ വിഷജന്തുക്കളുടെയും ഒക്കെ ഒരു ഉപദ്രവം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ പാമ്പ് കയറി വരാനും മറ്റുള്ള ജീവികളായ എലി അതിൻ്റെയൊക്കെ ധാരാളം ശല്യം ഉണ്ടാകാനൊരു സാധ്യതയുള്ളതിന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ സമയം ജലത്തിൽ കളിക്കുമ്പോൾ, അതായത് ഈ കുട്ടി ജലത്തിൽ കളിക്കുമ്പോഴേക്ക് വളരെ നീന്താൻ അറിയാവുന്ന ഒരാളും കൂടി വേണം. സ്വിമ്മിംഗ് പൂളിലോ അല്ലാത്തടത്തൊക്കെ എടുത്ത് ചാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിനുള്ള സേഫ്റ്റി പരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ജലത്തിൽ ഇറങ്ങാനായിട്ട്. അതുമാത്രം ഒന്ന് മുൻകരുതൽ എടുത്താൽ മതി. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രയാസങ്ങളും അല്പാൽപമായി മാറാം. ഇവർക്കുണ്ടായിരുന്ന ജാതക ദോഷങ്ങളും മറ്റുള്ള ദോഷങ്ങളൊക്കെ അല്പാൽപമായി മാറി വളരെ പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ധനവും ധാന്യങ്ങൾക്കും മറ്റുള്ള ഐശ്വര്യങ്ങൾക്കെല്ലാം അവർക്ക് എല്ലാം നേടിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു, നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. ഇതിൽ ചിലർക്ക് ഭാഗ്യം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ നല്ല ജോലി കരസ്ഥമാക്കാനും സാധിക്കുന്നു. ചിലർക്ക് അത്ഭുതകരമായ ചില സിദ്ധികൾ അവർക്ക് ലഭിക്കുന്നു. വരും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനുള്ളൊരു സിദ്ധി അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ വിവാഹം നടക്കാം, നല്ല ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാം. എന്നാൽ ഈ സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ചില രോഗങ്ങൾ ഉപദ്രവം ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നം കാണുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. കാര്യം ധനനഷ്ടം ഭാവിയിൽ വരുന്നതിനുള്ളൊരു സാധ്യതയുള്ളതിനാൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് വാദം മുതലായ ചില രോഗങ്ങൾ ഉണ്ടാകാം. അതായത് വാദമായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ടിന് സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ വൈദ്യപരിശോധന നടത്തിയാൽ മതിയാകും. വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാം. ചിലപ്പോൾ സ്വദേശത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് മാറി താമസിക്കാം. അസൂയാലുക്കളായ ആൾക്കാർ അപവാദം പറഞ്ഞ് പരത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ചില മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകാമെങ്കിൽ അതൊന്നൊരു പ്രശ്നമല്ലാതെ തള്ളിക്കളയുകയാണ് വേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുകളയുക. അതുപോലെ ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില മാനഹാനി വരാനൊരു സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇതിൽ ചിലർക്ക് നേതൃത്വം ലഭിക്കാം. ഏതെങ്കിലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സംഘടനാപരമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിങ്ങനെയുള്ള നേതൃത്വ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനുള്ള ആ പദവി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങളൊരു
വ്യാപാരം അല്ലെങ്കിൽ ഒരു വ്യവസായം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ തൊഴിലാളികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ രമ്യമായി പരിഹരിക്കുക. അതുപോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് അവർക്ക് ചിലപ്പം മക്കളുടെ വിവാഹം മൂലമോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹം മൂലമോ ഉള്ള ഒരു പുതിയ ബന്ധുമിത്രാദികളെ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടുന്നു. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടത്തുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പലവിധ സന്തോഷകരമായ കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. ഇതിൽ പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ അത് കൂടി കുറഞ്ഞു ഇരിക്കും. എന്നാലും അത് ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായ വൈദ്യസഹായം ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. എന്നാൽ ഇവർക്ക് പുതിയ വാഹനങ്ങളും വീടും ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടിയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, സമ്പാദിക്കാൻ സാധിക്കും. ശത്രുക്കളും അസൂയാലുക്കളെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ജാഗ്രതയായിരുന്നാൽ മതി. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ചതിവിലും വഞ്ചനയിലും പെടാൻ വേണ്ടി ഒരു സാധ്യതയുണ്ട്. കാരണം പലരും നിങ്ങളെ വിശ്വസിച്ച പലരും നിങ്ങളെ ചതിക്കാൻ ഒരു സാധ്യതയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കുക. മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. വസ്തുവകകൾ സംബന്ധിച്ച് ചില കേസുകളും തർക്കങ്ങളും വരേണ്ട ഒരു സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ഈ സമയം നടത്തുന്ന ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യേണ്ടത്. സാമ്പത്തികമായിരുന്നാലും വസ്തു സംബന്ധിച്ചായിരുന്നാലും എന്തായിരുന്നാലും അതിനൊരു എല്ലാ ഡോക്യുമെൻസും വളരെയധികം വായിച്ച് പഠിച്ച് നോക്കിയതിന് ശേഷം മാത്രം വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ സമയം നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം ഭൂമി നിങ്ങൾക്ക് കൈവശം വരുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ധനലാഭവും അതുപോലെ തന്നെ ഉണ്ടാകാം. വിദ്യാഭ്യാസം കൊണ്ട് ഈ 71 വയസ്സായ കാലത്തും നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 71 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ചിലർക്ക് നിങ്ങൾ സർക്കാരിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ചെയ്ത സേവനങ്ങളെ മുൻനിർത്തി നിങ്ങൾക്കൊരു അവാർഡ് ലഭിക്കുന്നതിനും അംഗീകാരം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ച കുറച്ച് ദുഃഖം, ചതി, വഞ്ചന ഇവയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നു. ധാരാളം പണം നിങ്ങൾക്ക് ലഭ്യമാകാം. ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം. ഇതിൽ ചിലർക്ക് ഈ പ്രായത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്ര വച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും 5 വർഷത്തേക്കായിരുന്നാൽ ഒരു താൽക്കാലിക പദവി അവർക്ക് ലഭിക്കുന്നതിനും സാധിക്കുന്നു. പുതിയ ബന്ധുക്കൾ ഉണ്ടാകാം. മക്കളുടെ വിവാഹം മൂലം നല്ല ബന്ധങ്ങളും അവർക്ക് കിട്ടുന്നതിനുള്ളൊരു ഭാഗ്യം അവർക്കുണ്ട്. അടുത്ത് വിശാഖം നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹമായ പല കാര്യങ്ങളും നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ പല ഐശ്വര്യങ്ങളും വന്നു ചേരും. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ സഹകരണം ലഭിക്കാം. ചില സമയം ചില കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം. ശത്രുശല്യം ഉണ്ടാകാം. ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാം. സഹോദരങ്ങൾക്കാവാം അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കാകാം ചില രോഗങ്ങൾ ഉണ്ടാകാം. ആരും ഈ സമയം സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പല കേസുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അവസാനത്തെ 4 വർഷങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ചതിവിലും വഞ്ചനയിലും പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ശത്രുക്കൾ വർദ്ധിക്കാനും അസൂയാലുക്കൾ പ്രവർത്തനക്ഷമമാകാനും ഒരു സാധ്യത കാണുന്നതിന് അത് ശ്രദ്ധിക്കുക. എല്ലാവർക്കുമല്ല, ചില വിശാഖ നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ കിട്ടിയ തൊഴിൽ നല്ലതാണെങ്കിൽ അത് ഉപേക്ഷിക്കരുത്. ഒരു പരിധിവരെ നല്ലൊരു സമയമാണ്. പക്ഷേ ഇവർക്ക് വേറൊരു ഭാഗ്യ അനുകൂലമായി വരുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കേണ്ട ഒരു സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. അവരുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും. ഇനി 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് വിശാഖ നക്ഷത്രക്കാർക്ക് ഗവേഷണ രംഗത്തേക്ക് ഇതിന് ചില ആൾക്കാർ തിരിയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഗവേഷണപരമായി കണ്ടുപിടുത്തങ്ങൾപരമായിട്ടൊക്കെ ഒരു നീങ്ങുന്നതിനൊരു സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാം. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകാം. ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വീട്, സ്ഥലം, വാഹനം എന്നിവയെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ധനസമൃദ്ധി ധാരാളം ഉണ്ടാകും. ശരീരത്തിനുണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും എങ്കിലും അതൊന്നും വലിയ പ്രശ്നമായി വരുന്നില്ല.
അതുപോലെ ലഭിച്ച തൊഴിലിൽ ജോലിയിൽ വളരെ പുരോഗതി ഉണ്ടാകും. പ്രമോഷൻ കിട്ടുകയോ അല്ലെങ്കിൽ ശമ്പളം കൂട്ടി കിട്ടുകയോ ചെയ്യും. സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധനം ധാരാളം ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഐശ്വര്യം നിലനിർത്തുവാനായിട്ട് വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവെ വളരെ ഗുണകരമായ ഒരു കാലമാണ്. എന്നാൽ ചിലർക്ക് ചില കോടതി നടപടികൾ ഉണ്ടാകാം. അത് വേറൊന്നുമല്ല, സിവിൽ സംബന്ധമായ കേസാണ്. വാഹനത്തിന് ചില കേടുപാടുകൾ വരുന്നതിനും വേറൊന്ന് മാറ്റി വാങ്ങുന്നതിനുമുള്ള ഒരു സമയമാണ്. ആരുമായിട്ടും വാദപ്രതിവാദത്തിന്, അതായത് വാക്ക് തർക്കങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് ഈ സമയം നല്ലത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലത്തുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. അവർക്ക് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് കൃഷിഭൂമി ഉണ്ടാകാം, അതിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാം. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. പുതിയ വാഹനം വാങ്ങുന്നതിനും എല്ലാം അവർക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. കൂടാതെ അവർ രാജ്യത്തിന് നൽകിയ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തിന് നൽകിയ സംഭാവനകളുടെ ഫലമായി അവർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ധാരാളം കൃഷിഭൂമി കൂടുതൽ വാങ്ങുന്നതിന് അവർക്ക് സാധിക്കുന്നു. 72 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവർക്ക്, വിശാഖ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് ധാരാളമായി ഉണ്ടാകാം. പല വഴിക്കും അവർക്കുണ്ടാകാം. കാരണം അവർ അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികപരമായി. അതെല്ലാം മാറിക്കിട്ടുന്നു. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ പ്രശ്നമാകുന്നില്ല. കാരണം സമ്പത്തുള്ളതിന് അതെല്ലാം ചികിത്സിക്കാൻ സാധിക്കുന്നു. കൂടുതലും വരുന്നത് ഒടിച്ചിലും ചതവുകളും പോലുള്ള രോഗങ്ങളാണ്. അത് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സർക്കാരിൽ നിന്നും അവർക്ക് ചില അനുകൂല നടപടികൾ അവർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള പദവികൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ താൽക്കാലികമായി 5 വർഷത്തേക്കോ ഒക്കെയുള്ള ഒരു പദവി ലഭിക്കുന്നതിനും സർക്കാരിൻ്റെ അംഗീകൃത മുദ്ര വെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.